വലത് കിഡ്നിക്ക് പ്രയാസമുണ്ടെന്ന് ഡോക്ടർ നിർദ്ദേശിച്ചിട്ടുള്ളവർക്ക് വലത് കിഡ്നിയുടെ അവിടെ ബാക്കിൽ അച്ഛൻ വെച്ചിരിക്കുന്ന പോലെ കൈവെക്കാവുന്നതാണ്. വലത് കിഡ്നിക്ക് പ്രയാസമുണ്ടെന്ന് ഡോക്ടർ നിർദ്ദേശിച്ച വ്യക്തികൾക്കാണ്. ഇനി ഒരു കാര്യം കൂടി നിങ്ങൾക്ക് ചെയ്യാം. ഒരു പക്ഷേ നിങ്ങളുടെ ഭർത്താവാകാം, അപ്പനാകാം, ചിലപ്പോൾ ഇവിടെ ഉണ്ടാവത്തില്ല, രോഗി വീട്ടിലാകാം, കുഴപ്പമില്ല. നിങ്ങൾ ഈശോ നാമത്തിൽ ആ രോഗിയുടെ സൗഖ്യത്തിന് വേണ്ടി നിങ്ങളുടെ ആ വലതുവശത്ത് ഈശോ നാമത്തിൽ കൈവച്ചുകൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, Lord Jesus Christ, pour out His Spirit, touch with the fire finger. I command you in the name of Jesus Christ to be healed. I sign it with the sign of cross, so that whenever I get someone from the same pieces. കണ്ണിന് കാഴ്ചക്കുറവുള്ളവർക്ക് ഇപ്പോൾ കണ്ണിന് കൈവെക്കാവുന്നതാണ്. കർത്താവ് നൽകുന്ന ദർശനത്തിൻ്റെ പദ്ധതി പ്രകാരമാണ് നമ്മൾ പ്രാർത്ഥനകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോഴേ കണ്ണിന് പോളക്ക് കനം തൂങ്ങുക, കണ്ണിൻ്റെ കാഴ്ച കുറഞ്ഞു വരിക, ഡബിൾ വിഷൻ രണ്ടായിട്ട് കാണുക, കണ്ണിന് ഭാരമുണ്ടാവുക, കണ്ണുമായി ബന്ധപ്പെട്ട എല്ലാ വിഷയങ്ങളും അവിടെ അച്ഛൻ ഇങ്ങനെ കൈ വെച്ചിരിക്കണ പോലെ രണ്ട് കൈകളും വെച്ചുകൊണ്ട് വിശ്വാസ പ്രമാണം ചെയ്യട്ടെ. Lord Jesus കർത്താവ്, Lord Jesus Christ, Lord Jesus Christ, pour out His Spirit. Lord Jesus Christ, pour out His Spirit. The fire finger, soak with the precious blood. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ, കൃപാസനം അൾത്താരെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്തിൽ, യേശു നാമത്തിൽ നീ സൗഖ്യം പ്രാപിക്കട്ടെ. ഹല്ലേലൂയ. ആരാധന, ഇപ്പോൾ കർത്താവ് നമ്മളെ സുഖപ്പെടുത്തുന്നത് ഈ നടുവിലാണ്. അതായത് ഈ സ്പോണ്ടിലോസിസിൻ്റെ അല്ല ഈ നമ്മുടെ പിൻകഴുത്ത് മുതൽ നമ്മുടെ നടുവിൻ്റെ മൂട് വരെയുള്ള സ്ഥലങ്ങളിലുണ്ടാകുന്ന നടുവെല്ലിൻ്റെ കശേരുക്കളാകാം, അല്ലെങ്കിൽ ആവശ്യമില്ലാതെ ഇവിടെ നീർക്കെട്ടലാകാം, ഇടർച്ചയാകാം, ഞരമ്പ് കുരുങ്ങിയതാകാം, അല്ലെങ്കിൽ ബലക്ഷ്യമാകാം, അല്ലെങ്കിൽ വളഞ്ഞതാകാം, എന്തുമായിക്കോട്ടെ. അവിടെ നിങ്ങൾ അച്ഛനെ കൈവച്ചിരിക്കണ പോലെ ഇങ്ങനെ കൈവെക്കുക. ഇങ്ങനെ കൈവച്ചുകൊണ്ട് അതിശക്തമായ സ്തുതികട ഹല്ലേലൂയ. നല്ലവനായ മിശിഹായേ, കർത്താവ് മിശിഹായേ, നടുവെല്ലിനെ സ്പർശിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, നടുവെല്ലിനെ സ്പർശിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, നടുവെല്ലിനെ സ്പർശിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, കശേരുകള്, ഞരമ്പ് കുരുക്കങ്ങള്, കർത്താവേ, ഞരമ്പിന് വളവുകള്, യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പരിപൂർണമായ സൗഖ്യം പ്രാപിക്കട്ടെ. തുല്യം ചെയ്യാൻ സുദുര ഹല്ലേലൂയ അങ്ങേപ്പോലെ യേശുവേ. തുല്യം ചെയ്യാൻ ആരുമില്ലേ അങ്ങേപ്പോലെ
യേശുവേ ജീവനേ സ്വന്തമേ ജീവനേ സ്വന്തമേ ജീവനേ സ്വന്തമേ ജീവനേ സ്വന്തമേ ആരാധന 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 ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഓ ജീസസ്, പക്ഷാപരത്തെ പ്രാർത്ഥിക്കട്ടെ. കർത്താവേ, കർത്താവേ സ്പർശിക്കണമേ കർത്താവേ, കർത്താവെ സ്പർശിക്കണമേ കർത്താവേ, കർത്താവെ സ്പർശിക്കണമേ കർത്താവേ. ഭാഷാപരത്തോട് ഹല്ലേലൂയ. കർത്താവെ സ്പർശിക്കണ കർത്താവേ, കർത്താവെ അധ്വന കാഴ്ച നൽകിയവനെ, ഈശോ ചെകിടനെ കേളി നൽകിയവനെ, ഈശോ 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 ചെടി കേളി നൽകിയവനെ, ഈശോ ഊമനെ സംഭാഷണം നൽകിയവനെ, ഈശോ മഹോദരനെ സുപിടുത്തവനെ, ഈശോ മരിച്ചവനെ ഉയർപ്പിച്ചവനെ, ഈശോ മാർഗ രോഗങ്ങള് തിരുവേദികള് മാർഗ രോഗങ്ങള് ഉദര രോഗങ്ങള് കിഡ്നി രോഗങ്ങള് കരൾ രോഗങ്ങള് ഹൃദയ രോഗങ്ങള് യേശുവിന്റെ നാമത്തില് മാറിപ്പോടേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഏറ്റു പ്രാർത്ഥി. കർത്താവായ ദൈവമേ, ആരാധിക്കുമ്പോൾ ദിവ്യമായ സ്നേഹത്താൽ ഞങ്ങളെ അഭിഷേകം ചെയ്യണം. ഞങ്ങൾ ചിന്തിക്കുമ്പോൾ, നിന്നെ ഓർക്കുമ്പോൾ, കർത്താവേ ഞങ്ങളിലെ നിന്റെ നാമനിമിത്തമുള്ള കൃപ നിറയണമേ. ദൈവസ്നേഹത്താൽ ഞങ്ങളുടെ പ്രാർത്ഥനകളെ അങ്ങ് സ്നാനപ്പെടുത്തണമേ. ദൈവസ്നേഹത്താൽ ഞങ്ങളുടെ പ്രവർത്തികളെ സ്വർഗത്തിന്റെ സാക്ഷ്യമാക്കണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ തുല്യം ചൊല്ല ആരുമില്ലേ അങ്ങേ പോലെ യേശുവേ. തുല്യം ചൊല്ല ആരുമില്ലേ അങ്ങേ പോലെ യേശുവേ. ജീവനേ സ്വന്തമേ ജീവനേ സ്വന്തമേ അങ്ങേ വാരി ചായുന്നു ഞാൻ. ആരാധന 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 ആരാധന. സുദിന ഹല്ലേലൂയ. ആരാധന
പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ജനിതകമായ വൈകല്യം കാരണം മക്കളില്ലാത്തവരെ കർത്താവ് സ്പർശിച്ചു കൊണ്ടിരിക്കുന്ന സ്തുതിയുടെ ഹല്ലേലൂയ. ആരാധന 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 ഹല്ലേലൂയ ആരാധന ആരാധന കർത്താവിൻ്റെ സ്പർശമായി അടയാളം കിട്ടിക്കഴിഞ്ഞാൽ അൾത്താറയിൽ നൽകുന്ന ദൈവികമായ സത്യസാക്ഷ്യങ്ങൾ നിങ്ങൾ സാക്ഷ്യപ്പെടുത്തേണ്ടതാണ്. അതെപ്പോഴും ഓർത്ത് വേണം. കർത്താവേ, ഇതുപോലെ ദർശന വെളിപാടുകൾ വരുമ്പോൾ പറയുമ്പോൾ അപ്പം തന്നെ പ്രാർത്ഥിക്കും, കർത്താവേ എന്നെ സാക്ഷിയാക്കണമെന്ന് പ്രാർത്ഥിക്കണം. ഇപ്പോഴേ കേട്ട എല്ലാ സാക്ഷ്യങ്ങളും നമ്മൾ ഡിസംബറിൽ സാക്ഷ്യം പറയും. നിങ്ങൾ വായിക്കോ, നിങ്ങൾ കേട്ടോ. അടുത്ത ഡിസംബറിൽ ഇപ്പം നടന്ന കർത്താവിൻ്റെ ഇടപെടലുകൾക്കെല്ലാം കൃത്യമായി നിങ്ങൾക്ക് അനുഭവവേദ്യവും സ്പർശവുമായി നിങ്ങളത് തിരിച്ചറിയാം. അപ്പോൾ നിങ്ങൾ ഡിസംബറിൽ സാക്ഷ്യം പറയും. അതിനുള്ളിൽ കർത്താവ് തന്നിട്ടുള്ള അടയാളങ്ങൾ സമ്മർദ്ദമുണ്ടെങ്കിൽ, ആന്തരിക സമ്മർദ്ദമുണ്ടെങ്കിൽ എപ്പോൾ വേണമെങ്കിലും പറയാം. ലാസ്റ്റ് മന്താണ് അച്ഛൻ ഇപ്പോൾ പറയണത്. സ്തുതിയുടെ ഹല്ലേലൂയ. ഹല്ലേലൂയ 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 രണ്ടാമതും ഈ അൾത്താരയിൽ സാക്ഷ്യം പറയാൻ അനുഗ്രഹിച്ച അമ്മ മാതാവിനും തിരുക്കുമാരനും ഞാൻ നന്ദി പറയുന്നു. എൻ്റെ പേര് റിൻഡ. ഞാൻ മലപ്പുറത്തു നിന്ന് വരുന്നു. ഞാൻ 5 വർഷമായി സൗദിയിൽ നഴ്സായിട്ട് വർക്ക് ചെയ്യുകയായിരുന്നു. അന്നേയുള്ള എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു യൂറോപ്യൻ കൺട്രിയിൽ വർക്ക് ചെയ്യണം എന്നുള്ളത്. അങ്ങനെ ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്തത് നവംബർ 2022 OET അറ്റൻഡ് ചെയ്യാൻ തുടങ്ങി. 3 പ്രാവശ്യം ഞാൻ OET എഴുതി, എനിക്ക് കിട്ടിയില്ല. റീഡിങ് മാത്രം കിട്ടുന്നില്ലായിരുന്നു. അങ്ങനെ ആ സമയത്ത് എപ്പോഴോ കൊടുത്ത ഒരു CV-ക്ക് റിപ്ലൈ ആയിട്ട് ഒരു ഏജൻസി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, കാനഡയ്ക്ക് പോകാൻ ഒരു ഓപ്ഷനുണ്ട്, ട്രൈ ചെയ്യാമോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ വരത്തില്ല കാനഡയ്ക്കൊന്നും, ഞാൻ OET ആണ് ട്രൈ ചെയ്യുന്നത്. കാനഡയ്ക്ക് പോകണമെങ്കിൽ IELTS എക്സാമും എൻഗ്ലക്സാറൻ, അതായത് കനേഡിയൻ ലൈസൻസിങ് എക്സാമായ എൻഗ്ലക്സാറനും പാസ്സാവണമായിരുന്നു. ഞാൻ പറഞ്ഞു എനിക്കതിന് സാധിക്കില്ല എന്ന് പറഞ്ഞു. അവർ പറഞ്ഞു, ഇല്ല നീ ട്രൈ ചെയ്ത് നോക്കാൻ പറഞ്ഞു. ആ സമയത്ത് തന്നെ ഞാനൊരു സാക്ഷ്യം കേട്ടായിരുന്നു. 5-6 പ്രാവശ്യം OET എഴുതിയിട്ടും കിട്ടാതെ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ IELTS എക്സാം പാസ്സായ എന്നെപ്പോലെയുള്ള ഒരു സ്റ്റാഫിൻ്റെ സാക്ഷ്യം ഞാൻ കേട്ടു. അങ്ങനെ ഞാൻ ആദ്യത്തെ പ്രാവശ്യം സൗദിയിൽ നിന്ന് നാട്ടിൽ വന്ന് ആദ്യമായി ഞാൻ ഉടമ്പടി എടുത്തു. സെപ്റ്റംബർ 18, 2023 ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത്. എൻ്റെ ഉടമ്പടിയിലെ നിയോഗമായിരുന്നു കാനഡയിൽ നല്ലൊരു ജോലി ലഭിക്കുവാനും IELTSഉം എൻഗ്ലക്സ് എക്സാം പാസ്സാവുക എന്നുള്ളതും. അങ്ങനെ ഞാൻ 2ാമത്തെ പ്രാവശ്യം സൗദിയിൽ പോയപ്പോൾ അവിടുന്ന് IELTS എക്സാം എഴുതി. ഉടമ്പടി കാശ് രൂപ ഉപയോഗിച്ചും മാതാവിനെ വിളിച്ചും ഓരോ മൊഡ്യൂളും കാശ് രൂപ യൂസ് ചെയ്ത് എൻ്റെ മൊഡ്യൂൾ പേപ്പറിൽ കുരിശ് വരച്ച് ഞാൻ എക്സാം അറ്റൻഡ് ചെയ്തു. സ്പീക്കിങ്ങിൻ്റെ സമയത്ത് ഉടമ്പടി തൈലം നാക്കിൽ കുരിശ് വരച്ച് പ്രാർത്ഥിച്ച് സ്പീക്കിംഗ് അറ്റൻഡ് ചെയ്യുകയും അതുപോലെ ഉപ്പിട്ട് ആ സെൻറ്ററിൽ ഇനി എനിക്ക് ഇവിടെ വരാൻ ഒരവസരം ലഭിക്കല്ലേ, എനിക്ക് ഈ IELTS എക്സാം പാസ്സാക്കി കിട്ടണമേ എന്ന് പ്രാർത്ഥിച്ച് എക്സാം അറ്റൻഡ് ചെയ്തു. അങ്ങനെ ഞാൻ അതിനു മുമ്പ് IELTS ക്ലാസ്സിൽ ഒരു ദിവസം പോയി എന്നെക്കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞ് തിരിച്ചു വന്ന ആളാണ്. അങ്ങനെയുള്ള എനിക്ക്
ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ IELTS എക്സാം റിക്വയർഡ് സ്കോറിലേക്കാട്ടിലും കൂടുതൽ സ്കോറോടെ എനിക്ക് പാസ്സാവാൻ സാധിച്ചു. അമ്മ മാതാവിന് നന്ദി. അതിനുശേഷം എനിക്ക് കാനഡയ്ക്കുള്ള ഇൻ്റർവ്യൂ വന്നു. അപ്പോൾ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യേണ്ടത് ദുബായിൽ വെച്ചിട്ടായിരുന്നു. അങ്ങനെ ഞാൻ സൗദിയിൽ നിന്ന് ദുബായിലോട്ട് പോയി ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഡയറക്റ്റ് ഇൻ്റർവ്യൂ ആയിരുന്നു കാനഡയുടെ. അങ്ങനെ അവരുടെ ലാംഗ്വേജൊക്കെ നമ്മളുടെ പോലെ ബ്രിട്ടീഷ് ഇംഗ്ലീഷൊന്നും അല്ല, കുറച്ച് വ്യത്യാസമുണ്ട്. അപ്പോൾ എനിക്ക് പറയാൻ കഴിയും, അങ്ങനെയൊക്കെ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അന്ന് ഞാൻ ഇതുപോലെ ഉടമ്പടി കാശ് രൂപം കയ്യിൽ മുറുകെ പിടിച്ച് ഉടമ്പടി തൈലം നാക്കിൽ കുരിശ് വരച്ച്, മാതാവേ എനിക്ക് സംസാരിക്കാനുള്ള കൃപ നൽകി അനുഗ്രഹിക്കണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. അരമണിക്കൂറോളം ഉണ്ടായിരുന്നു ഇൻ്റർവ്യൂ. എനിക്കൊരു ഗ്യാപ്പ് പോലും ഇല്ലാതെ എനിക്ക് സംസാരിക്കാൻ പറ്റി. ആ ഇൻ്റർവ്യൂ കഴിഞ്ഞ് അപ്പം തന്നെ അവരെന്നോട് പറഞ്ഞു, നീ സെലക്ട് ആയിട്ടുണ്ട്, ഗവൺമെൻറ് ജോലിയാണ് എനിക്ക് കിട്ടിയേക്കുന്നത്. അമ്മ മാതാവിന് നന്ദി. അതിനുശേഷം ഞാനിവിടെ നാട്ടിൽ വന്നു. എനിക്ക് NCLEX എക്സാം എഴുതാനുണ്ടായിരുന്നു. അതും കൂടെ പാസ്സായാലാണ് നമുക്ക് അവിടെ രജിസ്റ്റേർഡ് നഴ്സായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുക കാനഡയിൽ. അങ്ങനെ ഇവിടെ വന്നു, ബാംഗ്ലൂർ പോയി ഞാൻ NCLEX എക്സാം അറ്റൻഡ് ചെയ്തു. അറ്റൻഡ് ചെയ്യുന്നതിൻ്റെ തലേ ദിവസം പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്കിങ്ങനെ എൻ്റെ ഇടത് കണ്ണിൻ്റെ സൈഡിൽ കൂടി ഈ നീലത്തിരി കത്തുകയും അതിലിങ്ങനെ മാതാവ് തെളിഞ്ഞു നിൽക്കുന്നതായിട്ട് എനിക്ക് അനുഭവപ്പെട്ടു. അപ്പം തന്നെ എൻ്റെ മനസ്സിന് മാതാവ് കൂടെ ഉണ്ടാകും എന്ന് വിചാരിച്ച് തന്നെ ഞാൻ എക്സാം അറ്റൻഡ് ചെയ്തു. അന്നും ഉടമ്പടി കാശ് രൂപ ഉപയോഗിച്ച് ഓരോ ക്വസ്റ്റ്യനും ആൻസറും ഞാൻ കുരിശ് വരച്ച് പ്രാർത്ഥിച്ചു. 150 ക്വസ്റ്റ്യനാണ് നമുക്ക് NCLEX എക്സാമിന് ഉണ്ടാവുക. അതിൽ 85ാമത്തെ ക്വസ്റ്റ്യൻ ആയപ്പോഴത്തേനും എൻ്റെ സിസ്റ്റം ഷട്ട് ഡൗൺ ആയിപ്പോയി. അപ്പോൾ ഈ എക്സാമിനൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എക്സാം പാസ്സായാലും സിസ്റ്റം ഷട്ട് ഡൗൺ ആവും നേരത്തെ. അതല്ല, നമ്മൾക്കിപ്പോൾ കിട്ടില്ല, ഈ കൊച്ച് ഇത്ര എഴുതിയിട്ടും എന്താണേലും ജയിക്കാൻ പോകുന്നില്ല എന്ന് തോന്നിയാലും ആ എക്സാം ഷട്ട് ഡൗൺ ആയിപ്പോവും സിസ്റ്റം. അപ്പോൾ രണ്ടും കൽപ്പിച്ച് ഓക്കെ, എന്താണേലും മാതാവിനെ ഏൽപ്പിച്ചിട്ടാണല്ലോ വന്നേക്കുന്നത്. കാശ് രൂപം മുറുകെ പിടിച്ച് ഞാൻ തിരിച്ചു നാട്ടിൽ വന്നു. നാട്ടിൽ വന്ന് അന്ന് തന്നെ ഞാൻ ഇവിടെ ഉടമ്പടി പുതുക്കാൻ വേണ്ടിയിട്ട് തലേദിവസം വൈകുന്നേരം ഇങ്ങനെ ബസ്സിൽ കയറി 2 മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേനും എൻ്റെ റിസൾട്ട് വന്നു. ഞാൻ NCLEX എക്സാം പാസ്സായി എന്ന് പറഞ്ഞിട്ട് അമ്മ മാതാവിന് ഒരുപാട് നന്ദി പറയുന്നു. അത് കഴിഞ്ഞ് ഞാൻ തിരിച്ച് സൗദിക്ക് പോയി. എൻ്റെ പ്രോസസ്സിങ് നടന്നുകൊണ്ടിരിക്കുന്നു. ഒരുപാട് പ്രോസസ്സിങ് ഉണ്ട് അതിന്. അപ്പോൾ വിസ വരെ എൻ്റെ വേഗം സ്പീഡിൽ എല്ലാ കാര്യങ്ങളും നടന്നു. വിസ വന്നു 3 മാസം കഴിഞ്ഞിട്ടും എനിക്ക് കാനഡയിൽ നിന്ന് ഒരു റിപ്ലൈയും വരുന്നില്ല. എനിക്കൊരു ഡേറ്റ് കിട്ടുന്നില്ല. എൻ്റെ പ്രൊവിൻസല്ല, വേറെ പ്രൊവിൻസിലോട്ടുള്ളവർക്കൊക്കെ എന്നെക്കാട്ടിലും താമസിച്ച് വിസ വന്നവർക്കൊക്കെ ജോലി കിട്ടി, അവർ പോകാൻ തുടങ്ങി. അപ്പോൾ എന്താണെന്നറിയുന്നില്ല. അങ്ങനെ ഞാൻ സൗദിയിൽ നിന്ന് വെക്കേഷന് വന്ന സമയത്ത് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ വന്ന് കണ്ടു. അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ചു. വിസ മാത്രമേ ഉള്ളൂ, ടിക്കറ്റ് കിട്ടുന്നില്ല, അവരുടെ ഒരു റിപ്ലൈ വരുന്നില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അച്ഛൻ പാസ്പോർട്ട് വെച്ച് പ്രാർത്ഥിച്ച് എനിക്കൊരു കാശ് രൂപം തന്നു. അത് വെച്ച് ഞാൻ തിരിച്ച് വീട്ടിൽ ചെന്ന് പിറ്റേ ദിവസം എനിക്ക് മെയിൽ വന്നു, അവരിത്രയും ദിവസം ലീവായിരുന്നു, അതുകൊണ്ടാണ് അവർക്ക് റിപ്ലൈ തരാൻ പറ്റാതിരുന്നത് എന്ന് പറഞ്ഞു. ഒത്തിരി സന്തോഷമായി. മാതാവിന് ഒരുപാട് നന്ദി പറഞ്ഞ് ഞാൻ തിരിച്ച് സൗദിയിലോട്ട് പോയി. സൗദിയിൽ പോയി അടുത്തത് എനിക്ക് ആ സൗദി ചെന്ന് 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേനും അവരെനിക്ക് ഡേറ്റ് തന്നു. ഫെബ്രുവരി 14 മുതൽ 19 ഈ ഒരു ദിവസം എന്നോട് അവിടെ ജോയിൻ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ ആ സമയത്ത് ഞാൻ ഓൾറെഡി 3 മാസമായിട്ട് കോൺട്രാക്റ്റ് പുതുക്കിയേക്കുമായിരുന്നു. പക്ഷേ ഞാൻ പ്രതീക്ഷിക്കാതെ എൻ്റെ ഹെഡ് നേഴ്സും എൻ്റെ നേഴ്സിംഗ് ഡയറക്ടറൊക്കെ എനിക്ക് എൻ്റെ റിസൈൻ അക്സെപ്റ്റ് ചെയ്തു. പക്ഷേ എൻ്റെ ചീഫ് നേഴ്സിംഗ് ഓഫീസർ മാത്രം എൻ്റെ റെസിഗ്നേഷൻ അക്സെപ്റ്റ് ചെയ്തില്ല. ഞാൻ പ്രതീക്ഷിച്ചില്ല പുള്ളിക്കാരൻ അക്സെപ്റ്റ് ചെയ്യില്ല എന്ന്.
അവിടുന്ന് എനിക്ക് അക്സെപ്റ്റ് ചെയ്യില്ല, നിനക്ക് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ആ സമയം ഒത്തിരി ഞാൻ ടെൻഷൻ അടിച്ചു, എന്ത് ചെയ്യും. ഞാൻ സൗദിയിൽ പെട്ട ഒരവസ്ഥയായിരുന്നു. കാരണം അവിടുന്ന് എനിക്ക് അക്സെപ്റ്റ് ചെയ്യാതെ എൻ്റെ എക്സിറ്റ് പ്രോസസ്സ് മുമ്പോട്ട് പോകില്ല, എനിക്ക് കാനഡയ്ക്ക് പോകാൻ പറ്റില്ല. ഈ ഒരു വർഷമായിട്ട് എഴുതിയ എക്സാം, പൈസ, അങ്ങനെയെല്ലാം ഭയങ്കര ബുദ്ധിമുട്ടായി. എനിക്ക് എന്താ ചെയ്യണ്ടേന്ന് ഒരു പിടുത്തവും ഇല്ലായിരുന്നു. അങ്ങനെ ഞാൻ അവിടെ വെച്ചിട്ട് എന്താ ചെയ്യുക, കോൺട്രാക്റ്റ് എങ്ങനെ ഒന്ന് ഡിസ്കണ്ടിന്യൂ ചെയ്യാമെന്ന് നോക്കി. അങ്ങനെ എംബസിയിൽ ഞാൻ ചോദിച്ചു. അപ്പോൾ അവരെന്നോട് പറഞ്ഞു, ഓൾറെഡി ഇപ്പോൾ പുതുക്കിയതല്ലേ ഉള്ളൂ, അപ്പോൾ അവിടുത്തെ ID കാർഡ് ഒരു വർഷത്തിന് പുതുക്കിയത് കൊണ്ട് 2.5 ലക്ഷം രൂപ അങ്ങോട്ട് കൊടുത്ത് അവരോട് സംസാരിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ എങ്ങനെയെങ്കിലും അവിടുന്ന് പോന്നാലേ എനിക്ക് കാനഡയിൽ ജോയിൻ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ഞാൻ ഓക്കെ, എല്ലാം ഇപ്പം എന്ത് ചെയ്യുമെന്ന് വിചാരിച്ച് ഞാൻ സമ്മതിച്ചു. എന്നിട്ട് ഞാൻ റൂമിൽ വന്ന് ലൈറ്റ് എ ക്യാൻഡിൽ പ്രയർ റിക്വസ്റ്റ് ഇട്ടു, പ്രാർത്ഥിച്ചു. ഒരു ഡേറ്റ് ഇട്ട് ഇത്രാം തീയതിക്കുള്ളിൽ അയാൾ എൻ്റെ റിജക്റ്റ് ചെയ്ത എൻ്റെ റെസിഗ്നേഷൻ അക്സെപ്റ്റ് ചെയ്യണമേ എന്ന് പ്രാർത്ഥിച്ചു. എനിക്കത് കഴിഞ്ഞ് ഒരു ഡേറ്റ് കിട്ടാനും പ്രാർത്ഥിച്ചു. അങ്ങനെ ലൈറ്റ് എ ക്യാൻഡിൽ പ്രയർ റിക്വസ്റ്റ് ഇട്ട് പ്രാർത്ഥിച്ചിട്ടും അമ്മേ മാതാവേ, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി എന്നെ ഉയർത്തണമേ എന്ന് ഞാൻ നന്നായി പ്രാർത്ഥിച്ചു. അങ്ങനെ റിജക്റ്റ് ചെയ്ത എൻ്റെ റെസിഗ്നേഷൻ അയാൾ എനിക്ക് ഒരാഴ്ചക്കുള്ളിൽ അത് അക്സെപ്റ്റ് ചെയ്തു. എല്ലാവരും എന്നോട് ചോദിച്ചു, അതെങ്ങനെ റിജക്റ്റ് ചെയ്തിട്ടും അത്രയും CNO ആയിട്ടിരിക്കുന്ന ആളൊക്കെ എങ്ങനെ അത് അക്സെപ്റ്റ് ചെയ്തതെന്ന്. ഞാൻ പറഞ്ഞു, മാതാവിൻ്റെ അനുഗ്രഹമാണ്, അതുകൊണ്ട് മാത്രം അയാൾ എനിക്ക് അത് അക്സെപ്റ്റ് ചെയ്തതെന്ന് പറഞ്ഞു. അങ്ങനെ അവരെ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടും എൻ്റെ പ്രോസസ്സിങ്, അവിടുത്തെ എക്സിറ്റ് പ്രോസസ്സിങ് കഴിയണം. അപ്പോഴത്തേനും എൻ്റെ കാനഡയുടെ ഡേറ്റൊക്കെ ഫിനിഷ് ആയായിരുന്നു. കാരണം അവിടെ ചെല്ലേണ്ട ഡേറ്റൊക്കെ കഴിഞ്ഞു പോയായിരുന്നു. വല്ലാത്തൊരു പ്രതിസന്ധിയിലായിരുന്നു ആ സമയം. ആകെ ഒരു തുണയായിട്ടുള്ളത് മാതാവും ജപമാലയും മാത്രമായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞ് എനിക്ക് അവിടുന്ന് എമർജൻസി എക്സിറ്റ് വെച്ചതുകൊണ്ട് എല്ലാവരും പറഞ്ഞു, എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് കിട്ടത്തില്ല, നിനക്ക് ടിക്കറ്റ് കിട്ടത്തില്ല, നീ സ്വന്തമായിട്ട് എടുക്കണം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി. പക്ഷേ ഇതെല്ലാം ഞാൻ ലൈറ്റ് എ ക്യാൻഡിൽ പ്രയർ റിക്വസ്റ്റിലിട്ട് പ്രാർത്ഥിച്ചിരുന്നു. എൻ്റെ ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് എനിക്ക് എൻ്റെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റും ടിക്കറ്റും അവിടുന്ന് കിട്ടാൻ വേണ്ടിയിട്ടും എല്ലാം കൂടി ചേർത്തായിരുന്നു ഞാൻ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചത്. അതിൻ്റെ ഭാഗമായിട്ട് അതുപോലെ തന്നെ ഞാൻ ഡെയിലി ബ്രെഡ് കൂടുമായിരുന്നു അച്ഛൻ്റെ. ഡെയിലി ബ്രെഡ് കൂടുന്ന സമയത്ത് അച്ഛനിങ്ങനെ നമുക്ക് പ്രാർത്ഥിക്കുന്ന സമയത്ത് അച്ഛൻ പറഞ്ഞു, എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന മക്കളുണ്ട്, അപ്പോൾ അതിനു വേണ്ടി പ്രതീക്ഷിച്ചിരിക്കുന്നവരുടെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് കിട്ടും എന്നുള്ള രീതിയിൽ അച്ഛൻ പ്രാർത്ഥിച്ചു. ആ സെയിം ഡേറ്റിൽ തന്നെ എനിക്ക് എൻ്റെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് അവിടുന്ന് കിട്ടി. അതുപോലെ തന്നെ ടിക്കറ്റ് എനിക്ക് 3 പ്രാവശ്യം അവിടുന്ന് റിജക്റ്റായി. അപ്പം ഞാൻ വിചാരിച്ചു, ഇവരൊക്കെ പറഞ്ഞു ഇനി ടിക്കറ്റ് കിട്ടില്ല, നിന്നെ കിട്ടില്ലേ, അവർ തന്നില്ലെങ്കിൽ നമ്മളുടെ സ്വന്തം കയ്യിൽ നിന്ന് പൈസ എടുത്ത് പോകണം. അപ്പോൾ 3 പ്രാവശ്യം റിജക്റ്റ് ചെയ്തു. 3ാമത്തെ പ്രാവശ്യവും എനിക്ക് റിജക്റ്റഡ് മെസ്സേജ് വന്നു. പക്ഷേ 3ാമത്തെ പ്രാവശ്യം അതിൻ്റെ റീസൺ എന്താണെന്ന് തുറന്നു നോക്കാൻ എനിക്ക് പറ്റുന്നില്ലായിരുന്നു. അന്നേരം ഇപ്പം ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ റൂമിലായിരുന്നു. ഞാൻ പറഞ്ഞു, എടി പിന്നെ റിജക്റ്റായി, എന്താണെന്നറിയില്ല, തുറക്കാനും പറ്റുന്നില്ല, എന്താ റീസൺ എന്ന് കാണിക്കുന്നില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അവളുടെ അടുത്തുനിന്ന് എൻ്റെ റൂമിൽ വന്ന് പ്രാർത്ഥിച്ച് ഞാൻ ആ റിജക്റ്റഡ് റീസൺ ഓപ്പൺ ചെയ്തപ്പോൾ അത് ഓപ്പണായി. പക്ഷേ നോർമൽ മെസ്സേജിൽ റിജക്റ്റഡ് വന്ന സാധനം അത് റീസൺ എന്താണെന്ന് തുറന്ന് നോക്കിയപ്പോൾ അതിൻ്റെ അകത്ത് എൻ്റെ ടിക്കറ്റ് പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്തു എന്ന് പറഞ്ഞു വന്നു. മാതാവിന് ഒരുപാട് നന്ദി. അത് ടിക്കറ്റ് എനിക്ക് കിട്ടിയത് ബിസിനസ് ക്ലാസ്സിലായിരുന്നു. അത് നോർമൽ പോലെയല്ല, കിട്ടില്ല എന്ന് പറഞ്ഞ ടിക്കറ്റ് എനിക്ക് ബിസിനസ് ക്ലാസ്സിൽ എനിക്ക് നാട്ടിൽ വരാൻ സാധിച്ചു. അതുപോലെ 2.5 ലക്ഷം രൂപ അവർക്ക് കൊടുക്കണമെന്ന് പറഞ്ഞ സ്ഥാനത്ത് എനിക്ക് ഒരു പൈസ പോലും അങ്ങോട്ട് കൊടുക്കേണ്ടി വന്നില്ല. അതുപോലെ തന്നെ 10 ദിവസമാണ് ഞാൻ മാർച്ചിൽ അവിടെ വർക്ക് ചെയ്തത്. അങ്ങനെയുള്ള എനിക്ക് അങ്ങോട്ട് 2.5 ലക്ഷം കൊടുക്കണമെന്ന് പറഞ്ഞ സ്ഥലത്ത് 1 മാസത്തെ സാലറി എനിക്ക് മുഴുവനായി കിട്ടിയിട്ടാണ് ഞാൻ നാട്ടിലോട്ട് തിരിച്ചു വന്നത്. മാതാവിന് നന്ദി പറയുന്നു. അതുപോലെ 2 പ്രാവശ്യം എനിക്ക് കാനഡയ്ക്ക് അവിടുന്ന് തന്നെ ഡേറ്റ് വന്നായിരുന്നു. പക്ഷേ ആ ഡേറ്റ് രണ്ടും അവിടെ ഡിലേ ആയതുകൊണ്ട്
എനിക്ക് പോകാൻ പറ്റിയില്ല. അപ്പം ഞാൻ മാതാവിനോട് ലൈറ്റ് ഐ ക്യാൻഡിൽ പ്രയർ റിക്വസ്റ്റ് ഇട്ട് പ്രാർത്ഥിച്ചിരുന്നു. ഞാൻ ഇവിടുന്ന് നാട്ടിലെത്തുന്നതിന് മുമ്പേ എനിക്കൊരു ഡേറ്റ് തരണം എന്ന് പറഞ്ഞു പ്രാർത്ഥിച്ചായിരുന്നു. അങ്ങനെ ഉടമ്പടി കാശ് രൂപം പിടിച്ചും ജപമാല ചൊല്ലിയും രാവിലെയും വൈകുന്നേരവും ഒക്കെ ജപമാല ചൊല്ലുമായിരുന്നു. അന്നേരപ്പോഴാണ് എനിക്ക് ഈ ജപമാലയ്ക്കൊക്കെ ഇത്ര ശക്തി ഉണ്ടെന്നും ഓരോ പ്രാർത്ഥന നമ്മൾ മനസ്സിലാക്കി ചൊല്ലുമ്പോൾ ഇതിനൊക്കെ ഇത്രയ്ക്ക് ശക്തി ഉണ്ടെന്ന് ആ സമയത്താണ് ശരിക്കും എനിക്ക് മനസ്സിലായത്. അതുവരെ വെറുതെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ഒരാളായിരുന്നു ഞാൻ. വിശ്വസിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടും, അത് ഉറപ്പുള്ള കാര്യമാണ്. അങ്ങനെ ഇവിടെ വന്നു, നാട്ടിൽ വന്ന് എനിക്ക് മെയ് 9 മുതൽ 12-ാം തീയതി വരെ ഡേറ്റ് വന്നു. ഇതിലേതെങ്കിലും ഒരു ദിവസം വരാമെന്ന് പറഞ്ഞിട്ട് അവരെന്നോട് പറഞ്ഞു. ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഭയങ്കര പ്രതിസന്ധിയിലിരുന്നപ്പോൾ ഞാൻ ഒരുപാട് കരഞ്ഞ് പ്രാർത്ഥിച്ചായിരുന്നു. ആ കരഞ്ഞ് പ്രാർത്ഥിച്ച സമയത്ത് ഞാൻ ബൈബിളെടുത്ത് ഈശോയോട് പറഞ്ഞു, എനിക്കൊരു വചനം തരണം എന്ന് പറഞ്ഞായിരുന്നു. അങ്ങനെ എനിക്ക് കിട്ടിയ വചനമായിരുന്നു എസെക്കിയേൽ പ്രവാചകൻ്റെ പുസ്തകം 12-ാം അധ്യായം 28-ാം വാക്യം. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, ഞാൻ നിന്നോട് പറഞ്ഞ കാര്യങ്ങൾക്ക് ഇനി ഒട്ടും കാലവിളംബം സംഭവിക്കുകയില്ല, അവ നിറവേറ്റുക തന്നെ ചെയ്യുമെന്നായിരുന്നു. അപ്പം എൻ്റെ മനസ്സിനൊരു ശക്തി ഉണ്ടായിരുന്നു. ഇത് ഇച്ചിരി പ്രതിസന്ധി വന്നാലും കുഴപ്പമില്ലാതെ എന്നെ പരീക്ഷിക്കുന്നതായിരിക്കും ദൈവത്തെ. അവിടെയുള്ള എല്ലാവരും പറയും നിനക്ക് എപ്പോഴും ഓരോ പ്രശ്നമാണല്ലോ എന്ന്. പക്ഷെ അതൊക്കെ ദൈവത്തോട് ഏറ്റവും കൂടുതൽ അടുത്തിരിക്കുന്നവർക്കായിരിക്കും ആ പ്രശ്നങ്ങൾ ഉണ്ടാവുക. അതിന് ശേഷം നല്ലൊരു അനുഗ്രഹമായിരിക്കും മാതാവ് നമുക്ക് തരുന്നത്. അങ്ങനെ ആ വചനത്തിൽ ഞാൻ വിശ്വസിച്ചു. അതുപോലെ തന്നെ ഉടമ്പടി ധ്യാനം കൂടിക്കൊണ്ടിരുന്ന സമയത്ത് ഞാൻ ഓൾറെഡി എംബസിയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്കിങ്ങനെ സൗദിയിൽ നിന്ന് പോകാൻ പറ്റുന്നില്ല എന്ന്. അപ്പോഴാണ് ഉടമ്പടി ധ്യാനത്തിൽ അച്ഛൻ പറഞ്ഞ വചനം, സൈന്യബലത്താലോ കരബലത്താലോ അല്ല, സ്വന്തം ആത്മാവിനാലാണ് ഈശോ നമ്മെ നയിച്ചത്, രക്ഷിച്ചത് എന്ന്. അപ്പോൾ എനിക്ക് തോന്നി ഇവരോടൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യം നടക്കുന്നില്ലായിരുന്നു. അങ്ങനെ ഞാൻ മാതാവിനെ കൂട്ടുവിളിച്ച് ഞാൻ അയാളെ പോയി പിന്നെയും കണ്ടിട്ടാണ് എൻ്റെ റെസിഗ്നേഷൻ പുള്ളി അക്സെപ്റ്റ് ചെയ്തത്. മാതാവിന് നന്ദി പറയുന്നു. അതുപോലെ തന്നെ എൻ്റെ ടിക്കറ്റ് വന്നു. അടുത്ത മാസം 9-ാം തീയതി ഞാൻ കാനഡയ്ക്ക് പോവുകയാണ്. അതും ഗവൺമെൻറ് ജോലി, നല്ല സാലറിയോടെ. എൻ്റെ കൂടെ ആ സെയിം പ്രൊവിൻസിലോട്ടുള്ളവർക്ക് അത് എന്നേക്കാൾ മുമ്പേ വിസ വന്ന പിള്ളേർക്ക് പോലും ഇതുവരെ കിട്ടിയിട്ടില്ല, ഡേറ്റ് ഒന്നും വന്നിട്ടില്ല. പക്ഷേ എനിക്ക് എല്ലാ കാര്യങ്ങളും ഉടമ്പടിയിലൂടെ എത്രയും വേഗം ഒരു കുഴപ്പവുമില്ലാണ്ട് ഇവിടം വരെ എത്തിച്ച മാതാവിനും ഈശോയ്ക്കും ഞാൻ നന്ദി പറയുന്നു. എൻ്റെ കാരുണ്യപ്രവർത്തികളായിട്ട് ഞാൻ രോഗികളെ സന്ദർശിക്കാൻ പോകും. അതുപോലെ അനാഥ മന്ദിരമുണ്ട്, അവരുടെ അടുത്ത് പോകും. എന്നെക്കൊണ്ട് കഴിയുന്ന വിധത്തിൽ അവരെ സഹായിക്കും. ഒരു എമൗണ്ട് എന്തെങ്കിലും ഭക്ഷണമായിട്ടോ എമൗണ്ടായിട്ടോ കൊടുക്കും. രോഗികൾക്ക് അതുപോലെ തന്നെ എന്നെക്കൊണ്ട് കഴിയുന്ന വിധം ഞാൻ ഒരു എമൗണ്ട് കൊടുക്കും എല്ലാ മാസവും. പിന്നെ പ്രേക്ഷിത പ്രവർത്തനം ഞാൻ കൃപാസനം പത്രം പൊതുസ്ഥലങ്ങളിലൊക്കെ കൊടുക്കുന്നുണ്ട്. പിന്നെ ആത്മീയമായിട്ട് ഞാൻ നന്നായി മനസ്സിലാക്കി വിശ്വസിച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടി തുടങ്ങി. അതൊക്കെ ഇപ്പോഴാണ് ശരിക്കും ഉടമ്പടി എടുത്തതിന് ശേഷമാണ് അങ്ങനെയൊക്കെ ചെയ്യാൻ വേണ്ടി തുടങ്ങിയത്. അതിന് മുമ്പേയൊക്കെ ഞാൻ പ്രാർത്ഥിക്കും, പക്ഷെ അതൊരു പേരിന് വേണ്ടിയിട്ട് മാത്രം എന്നുള്ള രീതിയിലായിരുന്നു. ഇപ്പോഴാണ് ഞാൻ കുറച്ചും കൂടെ നന്നായി പ്രാർത്ഥിക്കാൻ തുടങ്ങിയത്, ദൈവത്തിൽ വിശ്വസിക്കാൻ തുടങ്ങിയത്. ഇത്രയും തന്ന മാതാവിന് ഞാൻ ഒരുപാട് നന്ദി പറയുന്നു.